ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെൻട്രി കൺട്രോളിൻ്റെ മോഡൽസ് വിത്ത് പ്രൈസ് ബ്രേക്ക് ആണ്. അതിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1 പ്രൈസ് ബ്രേക്ക്, 2 പ്രൈസ് ബ്രേക്ക്, മോർ ദാൻ 2 പ്രൈസ് ബ്രേക്ക്. ഇവിടെ പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ 1 പ്രൈസ് ബ്രേക്ക് ആണെങ്കിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ഒരു ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടിനെയാണ് 1 പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലി 1 പ്രൈസ് ബ്രേക്ക് ആണ്, അതായത് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണെങ്കിൽ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയും പർച്ചേസ് കോസ്റ്റും ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീനെ ഞാനിവിടെ എഴുതുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ Q1, അതായത് 0-നേക്കാൾ വലുതാകണം എന്ത്? Q, അതിനേക്കാൾ വലുതാകണം Q1. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് കോസ്റ്റ് എന്തായിരിക്കും? C1 ആയിരിക്കും. ഇനി രണ്ടാമത്തെ റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1. Q എന്ന് പറയുന്നത് Q1-നേക്കാൾ വലുതാണെങ്കിൽ പർച്ചേസ് കോസ്റ്റ് നമ്മൾ എന്തായിട്ട് എടുക്കും? C2 ആയിട്ട് എടുക്കും. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, Q1 എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ, Q1 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ C2 ലെസ് ദാൻ C1, C2 C1-നേക്കാൾ കുറവായിരിക്കും. C2 കുറവും C1 കൂടുതലായിരിക്കും. അപ്പോൾ Q1 ആണ് ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ C2 ലെസ് ദാൻ C1. ഇനി ഇഫ് Q2 സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1, Q2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 ആണെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി എന്തായിരിക്കും? Q2 സ്റ്റാർ ആയിരിക്കും. അപ്പോൾ Q2 നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് Q2 സ്റ്റാറും Q1ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ Q2 സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 ആണെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത് എന്താണ്? Q2 സ്റ്റാർ ആണ്. അപ്പോൾ Q2 സ്റ്റാർ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH2. CH2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? C2 ഇൻറ്റു I ചെയ്താൽ CH2 കിട്ടി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് Q2 സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 ആണെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് Q2 സ്റ്റാർ ആണ്. ആ Q2 സ്റ്റാർ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH2 വേണം. CH2 കണ്ടുപിടിക്കാൻ C2 ഇൻറ്റു I ആണ്. ഇനി Q2 സ്റ്റാർ ലെസ് ദാൻ Q1 ആണെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കുന്നത്? Q1 സ്റ്റാർ ആണ് എടുക്കുന്നത്. ഈ Q1 സ്റ്റാർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH1 ആണ്. ഇവിടെ CH1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? C1 ഇൻറ്റു I. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് 1 പ്രൈസ് ബ്രേക്ക് ആണ്, അതായത് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസും ഈ സിറ്റുവേഷന് അനുസരിച്ച് കൊണ്ടുള്ള റൂൾസ് ആണ് ഈ പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ TCQ1 സ്റ്റാറും TCQ1ഉം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഓർഡർ Q1 ആണോ അത് Q1 സ്റ്റാർ ആണോ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? TCQ1 സ്റ്റാറും കണ്ടുപിടിക്കണം, TCQ1ഉം കണ്ടുപിടിക്കണം. TCQ1 സ്റ്റാർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? റൂട്ട് ഓഫ് 2DCO CH1 പ്ലസ് C1D. നമ്മളുടെ CD എന്ന് പറയുന്നതിന് പകരം ഇവിടെ C എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? പർച്ചേസ് കോസ്റ്റ് C1 ആണ് ഇവിടെ എടുക്കേണ്ടത്. TCQ1 സ്റ്റാർ കണ്ടുപിടിക്കുമ്പോൾ C1 ഇൻറ്റു D ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? CH1 ആണ്. സോ ദ ഫോർമുല റൂട്ട് ഓഫ് 2DCO CH1 പ്ലസ് C1D ആണ്. ഇനി TCQ1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? D by Q1 CO plus Q2 Q by 2 CH
2 പ്ലസ് C2D. ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും, D/Q1 CO കണ്ടുപിടിക്കണം, പ്ലസ് Q/2 CH ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. CH2 കണ്ടുപിടിക്കാൻ നമ്മളിവിടെ എന്താണ് അപ്ലൈ ചെയ്യുന്നത്, C2 × I ആണ്, പ്ലസ് C2D. നമ്മളിവിടെ C1D ചെയ്ത പോലെ ഇവിടെ എന്താണ് എടുക്കേണ്ടത്, C2D ആണ്. ഈ C2 ആണ് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, TCQ1 സ്റ്റാറും കിട്ടി, TCQ1 കിട്ടി. ഇഫ് TCQ1 സ്റ്റാർ ഗ്രേറ്റർ ദാൻ TCQ1, TCQ1 സ്റ്റാർ എന്ന് പറയുന്നത് വലുതും TCQ1 എന്ന് പറയുന്നത് ചെറുതാണെങ്കിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, TCQ1 സ്റ്റാർ ഗ്രേറ്റർ ദാൻ TCQ1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് Q1 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ ഏതാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, Q1 സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഇത്രയും റൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻവെൻട്രി കൺട്രോൾസിൽ പ്രൈസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ, അതായത് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ടായിരിക്കും പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പേജ് നമ്പർ D11 11ാമത്തെ കണക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ചോദ്യം വായിക്കാം. ഫൈൻഡ് ദ ഒപ്റ്റിമൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഹാവിംഗ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ആനുവൽ ഡിമാൻഡ് ഈക്വൽ ടു 2400 യൂണിറ്റ്സ്, D ഈക്വൽ ടു 2400, ഓർഡറിംഗ് കോസ്റ്റ് ഈക്വൽ ടു 100, ദറ്റ് ഈസ് CO ഈക്വൽ ടു 100, cost of storage equal to 24% of the unit cost, so I equal to 24%. പ്രൈസ് ബ്രേക്ക് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ 500. അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് C1 എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q, അതിൽ C2 എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ Q1 എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് എടുക്കാം, 500 എടുക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ള റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ ഈ Q1 എന്ന് പറയുന്ന 500 ആണ് നമ്മളുടെ ഒരു ക്രൈറ്റീരിയ. അതായത് ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ 500. മാക്സിമം എത്രയേ വരാൻ പാടുള്ളൂ, 500 വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q എന്ന് പറയുമ്പോൾ 500 എന്ന് പറയുന്നതാണ് നമുക്ക് മിനിമം നിൽക്കുന്നത്. അതുകൊണ്ടാണ് Q1 എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുത്തു, 500 എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് CH1ഉം CH2ഉം കണ്ടുപിടിക്കാം. CH1 കണ്ടുപിടിക്കാൻ C1 × Iയും CH2 കണ്ടുപിടിക്കാൻ C2 × Iയും ചെയ്യാം. അപ്പോൾ ഇവിടെ CH1 കണ്ടുപിടിക്കാൻ C1 × I, C1 ഇവിടെ എത്രയാണ്, 10 ആണ്, I 24% ആണ്. സോ 10 × 24% നമുക്ക് എത്ര കിട്ടി, 2.4 കിട്ടി. ഇതുപോലെ തന്നെ CH2 കണ്ടുപിടിക്കാൻ C2 × I, C2 എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. സോ 9 × 24% 2.16 കിട്ടി. അപ്പോൾ ഇത്രയും ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നെക്സ്റ്റ് സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ Q1 എന്ന് പറയുന്നത് 500 ആണ് അല്ലേ. അപ്പം നമുക്ക് Q2 സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH2 ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ റൂട്ട് ഓഫ് 2 × D എത്രയാണ്, 2400, CO എന്ന് പറയുന്നത് 100, 2 × 2400 × 100 ഡിവൈഡ് ബൈ CH2 ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2.16, ദാറ്റ് ഈസ് ഈക്വൽ ടു 471 യൂണിറ്റ്സ്. അപ്പോൾ Q2 സ്റ്റാർ എന്ന് പറയുന്നത് 471 യൂണിറ്റ് കിട്ടി, Q1 എന്ന് പറയുന്നത് 500 യൂണിറ്റും കിട്ടി. ഇതിനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. Q2 സ്റ്റാർ ലെസ് ദാൻ Q1 അല്ലേ, വലുത് ഏതാണ്, Q1 ആയിട്ടുള്ള 500 യൂണിറ്റ് ആണ് വലുത്. വലുതിൻ്റെ അടുത്തേക്ക് എന്ത് കൊണ്ടുവന്നു, വായു കൊണ്ടുവന്നു. ചെറുതിൻ്റെ അടുത്തേക്ക് നമ്മൾ കുനിപ്പ് കൊണ്ടുവന്നു. ചെറുത് എത്രയാണ്, 471. അതായത് 471 യൂണിറ്റ് ലെസ് ദാൻ എന്താണ്, 500 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, Q1 സ്റ്റാർ കണ്ടുപിടിക്കണം.
Q1 സ്റ്റാർ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ഇവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ ഇവിടെ എടുക്കേണ്ടത് ഏതാണ്? CH1 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ Q1 സ്റ്റാർ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2400 ഇൻറ്റു 100 ഡിവൈഡ് ബൈ CH1 ആയതുകൊണ്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്? 2.4 എടുക്കും. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടി? 447 യൂണിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2400 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 2.4 ചെയ്തപ്പോൾ 447 യൂണിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 3 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. Q1 എന്ന് പറയുന്നത് 500, Q2 സ്റ്റാർ എന്ന് പറയുന്നത് 471, Q1 സ്റ്റാർ എന്ന് പറയുന്നത് 447 യൂണിറ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് TCQ1 എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 2DCO CH1 പ്ലസ് C1 ഇൻറ്റു D. സോ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് റൂട്ട് ഓഫ് 2 ഇൻറ്റു D എത്രയാണ്? 2400, CO എത്രയാണ്? 100, CH1 എന്ന് പറയുന്നത് എത്രയാണ്? 2.4. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2400 ഇൻറ്റു 100 ഇൻറ്റു 2.4. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1073.31 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? C1D ആഡ് ചെയ്യണം. C1 എത്രയാണ്? 10 ഇൻറ്റു D എത്രയാണ്? 2400. 10 ഇൻറ്റു 2400 ദാറ്റ് ഈസ് 24,000. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1073.31 പ്ലസ് 24,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 25,073.31. അപ്പോൾ TCQ1 സ്റ്റാർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 25,073.31 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് TCQ1 ആണ്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ അല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് TCQ1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? D/Q1 D ഡിവൈഡഡ് ബൈ Q1 ഇൻറ്റു CO പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2 CH2 പ്ലസ് C2D. ഇല്ല, D എന്ന് പറയുന്നത് എന്താണ്? 2400. Q എന്ന് പറയുന്നത് Q1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ 500 ആണ്. ഇൻറ്റു 100 2400 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 480. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? Q1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH2. ഇവിടെ Q1 എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. സോ 500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH2 എത്രയാണ്? 2.16 ആണ്. 2.16. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 540 കിട്ടി. 500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.16 ചെയ്യുമ്പോൾ 540 കിട്ടി. ഇനി C2 ഇൻറ്റു D. C2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു 2400 ദാറ്റ് ഈസ് ഈക്വൽ ടു 21,600. ഇനി മൂന്നും കൂടി ആഡ് ചെയ്യൂ. 480 പ്ലസ് 540 പ്ലസ് 21,600 എത്ര രൂപ കിട്ടി? 22,620 കിട്ടി. അപ്പോൾ ഇവിടെ 25,073.31 ഇവിടെ 22,620. ഏതാണ് ചെറുത് നിൽക്കുന്നത്? 22,620 ആണ് ചെറുത് നിൽക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഡിസിഷൻ എന്തായിരിക്കും? TCQ1 ലെസ് ദാൻ TCQ1 സ്റ്റാർ. ഏതാണ് ചെറുത്? 22,620. TCQ1 ചെറുത്. അവിടേക്ക് കുനിപ്പ് കൊണ്ടുവരാം. ഏതാണ് വലുത്? 25,073.31. വായ വരുന്നവിടത്തേക്ക് നമ്മൾ വലിയത് എഴുതാം. ദാറ്റ് ഈസ് TCQ1 സ്റ്റാർ. സോ വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി? ഏതാണ് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി? ഇവിടെ വരുന്ന Q1ലാണ് നമുക്ക് കുറച്ച് കോസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ Q1 എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത്. Q1 എത്രയാണ്? 500. ഈ 500 ആയിരിക്കും നമ്മളുടെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള യൂണിറ്റ്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1 പ്രൈസ് ബ്രേക്ക് 1 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടിൻ്റെ ആ പറഞ്ഞ റൂൾസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് വീണ്ടും ഒന്നും കൂടി ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 പ്രൈസ് ബ്രേക്കാണ്, അതായത് 2 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ നമ്മുടെ റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്തൊക്കെയാവാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ Q1. സെക്കൻഡ് സിറ്റുവേഷൻ Q1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ Q2. Q
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q2. ഈ 3 റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ Q1 ആണെങ്കിൽ പർച്ചേസ് കോസ്റ്റ് എത്രയായിരിക്കും? C1 ആയിരിക്കും. അതേസമയം Q1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ Q2 ആണെങ്കിൽ C2 ആയിരിക്കും. Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q2 ആണെങ്കിൽ C3 ആയിരിക്കും. ഇതാണ് നമ്മുടെ റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെങ്കിൽ, ഇഫ് Q3 സ്റ്റാർ ഗ്രേറ്റർ ദാൻ Q2, Q2നേക്കാൾ വലുതാണ് Q3 സ്റ്റാർ എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി ഈസ് Q3 സ്റ്റാർ. നമ്മൾ ഏതാണ് എടുക്കുന്നത്? ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് Q3 സ്റ്റാർ ആണ്. അതേസമയം Q3 സ്റ്റാർ ലെസ് ദാൻ Q2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? Q2 സ്റ്റാർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് രണ്ട് സിറ്റുവേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. Q3 സ്റ്റാറും Q2 കൂടി കമ്പയർ ചെയ്യുക. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് നോക്കുക. Q3 സ്റ്റാർ ഗ്രേറ്റർ ദാൻ Q2 ആണെങ്കിൽ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി Q3 സ്റ്റാർ എടുത്താൽ മതി. അതേസമയം Q3 സ്റ്റാർ ലെസ് ദാൻ Q2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? Q2 സ്റ്റാർ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നോക്കേണ്ടത്, Q2 സ്റ്റാർ കണ്ടെത്തി കഴിഞ്ഞാൽ ഇഫ് Q2 സ്റ്റാർ ഗ്രേറ്റർ ദാൻ Q1, Q1നേക്കാൾ വലുതാണോ Q2 സ്റ്റാർ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് TCQ2 സ്റ്റാർ ആൻഡ് TCQ2ഉം അതുപോലെ തന്നെ TCQ2 സ്റ്റാറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. TCQ2 സ്റ്റാർ ഗ്രേറ്റർ ദാൻ TCQ2നേക്കാൾ വലുതാണ് TCQ2 സ്റ്റാർ എന്നുണ്ടെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഓർഡർ ക്വാണ്ടിറ്റി ഈസ് Q2 എന്ന് പറയുന്നതാണ് ഓർഡർ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? Q2 സ്റ്റാർ എടുക്കാം. അതായത് രണ്ട് ക്വാണ്ടിറ്റി ഉള്ളൂ, ഒന്ന് Q2 സ്റ്റാറും ഒന്ന് Q2. അപ്പോൾ TCQ2 സ്റ്റാർ എന്ന് പറയുന്നത് TCQ2നേക്കാൾ കൂടുതലാണെങ്കിൽ, വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ക്വാണ്ടിറ്റി Q2 ആയിരിക്കും. അതർവൈസ് നമുക്ക് എന്തായിരിക്കും? Q2 സ്റ്റാർ ആയിരിക്കും. ഇനി Q2 സ്റ്റാർ ലെസ് ദാൻ Q1 ആണെങ്കിൽ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ Q2 സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ Q1 ആണെങ്കിലാണ് ഈ പ്രൊസീജിയർ പറഞ്ഞത്. ഇനി Q2 സ്റ്റാർ ലെസ് ദാൻ Q1 ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? കമ്പ്യൂട്ട് Q1 സ്റ്റാർ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? TCQ1 സ്റ്റാർ, TCQ1, TCQ2 കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതിലാണോ ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് അതാണ് നമുക്ക് എന്തായിട്ട് എടുക്കാനായിട്ട് സാധിക്കുക? ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുക. അതായത് TCQ1 സ്റ്റാറും TCQ1ഉം TCQ2ഉം കൂടി നോക്കുക. എന്നിട്ട് ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക? ദ ക്വാണ്ടിറ്റി കറസ്പോണ്ടിങ് ടു ദ ലീസ്റ്റ് കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ 2 പ്രൈസ് ബ്രേക്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടും പർച്ചേസ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ Q3 സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നോക്കാം? ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നോക്കാം. ഗ്രേറ്റർ ദാൻ ആണ്, Q2നേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Q3നെ ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യണം? Q2 സ്റ്റാർ കണ്ടുപിടിക്കണം. ഇനി Q2 സ്റ്റാർ കിട്ടി കഴിഞ്ഞാൽ Q2 സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ Q1 ആണോ നോക്കാം. ഗ്രേറ്റർ ദാൻ Q1 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് TCQ2 സ്റ്റാറും TCQ2ഉം കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനി അതിൽ TCQ2 സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ TCQ2 ആണെങ്കിൽ നമ്മുടെ ഓർഡർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? Q2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് Q2 സ്റ്റാർ ആയിരിക്കും. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ദാൻ
Q1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് Q1 സ്റ്റാർ കണ്ടുപിടിക്കണം. അവസാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? TCQ1 സ്റ്റാറും TCQ1ഉം TCQ2ഉം കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒപ്റ്റിമൽ പർച്ചേസ് ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യണം. അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഏത് ക്വാണ്ടിറ്റിയുടെ നേരെ വരുന്നതാണോ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ ഓർഡറിങ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മൾ ഒന്നും കൂടി മനസ്സിലാവാനായിട്ട് പേജ് നമ്പർ G13 14ാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ റൂൾസ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ G13 14th പ്രോബ്ലം ഒന്ന് എടുക്കാം. നമുക്ക് പ്രോബ്ലത്തിൽ എന്താണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. Find the optimal order quantity for the product for which price break are as follows: 0 less than or equal to Q less than 500. അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 10 രൂപ. 500 less than or equal to Q less than 750. കോസ്റ്റ് 9.25. 750 less than or equal to Q 8.75. The monthly demand for the product is 200 units. ഇവിടെ മന്ത്ലി പ്രൊഡക്റ്റ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 200 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് ഈസ് 2% ഓഫ് ദ യൂണിറ്റ് കോസ്റ്റ് പെർ മന്ത്. ഡി എന്ന് പറയുന്നത് 200 ആണ്. ഐ എന്ന് പറയുന്നത് 2% ആണ്. ഓർഡറിങ് കോസ്റ്റ് ഈസ് ₹100. CO എന്ന് പറയുന്നത് 100 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ 500 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് എത്രയാണ്? 500 ആണ്. ദെൻ 500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ 750 എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ് എത്രയാണ്? 750 ആണ്. 750 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Q1 500ഉം അതുപോലെ തന്നെ Q2 എന്ന് പറയുന്നത് 750 ആയിട്ട് എടുക്കാം. C1 എന്ന് പറയുന്നത് 10, C2 9.25, C3 8.75. അപ്പോൾ നമുക്ക് Q1ഉം Q2ഉം കിട്ടി. അതുപോലെ തന്നെ C1, C2, C3 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് CH1, CH2, CH3 കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് C1 ഇൻറ്റു I ചെയ്താൽ CH1 കിട്ടിയില്ലേ? 10 ഇൻറ്റു 2% ദാറ്റ് ഈസ് 0.2. CH2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? C2 ഇൻറ്റു I ദാറ്റ് ഈസ് ഈക്വൽ ടു 9.25 ഇൻറ്റു 2% ദാറ്റ് ഈസ് ഈക്വൽ ടു 0.185. ഇനി CH3 കണ്ടുപിടിക്കാൻ C3 ഇൻറ്റു I ദാറ്റ് ഈസ് 8.75 ഇൻറ്റു 2% ദാറ്റ് ഈസ് 0.175. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഡി കിട്ടി 200, CO കിട്ടിയിട്ടുണ്ട് 100, Q1 500ഉം അതുപോലെ തന്നെ Q2 750 കിട്ടിയിട്ടുണ്ട്. CH1 എന്ന് പറയുന്നത് 0.2, CH2 എന്ന് പറയുന്നത് 0.185, CH3 എന്ന് പറയുന്നത് 0.175, C1 10, C2 9.25, C3 8.75. ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് Q3 സ്റ്റാർ കണ്ടുപിടിക്കലാണ്. Q3 സ്റ്റാർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? Q3 സ്റ്റാർ ആണോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫോർമുല എന്താണ്? √2DCO ഡിവൈഡഡ് ബൈ CH3. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് വെച്ച് ഫോർമുല അപ്ലൈ ചെയ്യാം. √2 ഇൻറ്റു ഡി എത്രയാണ്? 200 ആണ്. CO എന്ന് പറയുന്നത് 100 ആണ്. ഡിവൈഡഡ് ബൈ CH3 എത്രയാണ്? 0.175 ആണ്. സോ 2 ഇൻറ്റു 200 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 0.175. അതിൻ്റെ റൂട്ട് കാണുമ്പോൾ എത്ര കിട്ടും? 478 യൂണിറ്റ് കിട്ടും. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കേണ്ടത് Q3 സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ Q2 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? Q2 എന്ന് പറയുന്നത് 750 ആണ്. 750നേക്കാൾ ചെറുതാണ് Q3 സ്റ്റാർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് 478 യൂണിറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? Q2 സ്റ്റാർ കണ്ടുപിടിക്കണം. Q2 സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് √2DCO ഡിവൈഡ് ബൈ CH2 എന്ത് ചെയ്യാം? 2 ഇൻറ്റു 200 ഇൻറ്റു
100 divided by 0.185. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 200 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 0.185 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് കിട്ടും? 465 യൂണിറ്റ് കിട്ടും. Q2 സ്റ്റാർ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യുക? Q1 ആയിട്ട് കമ്പയർ ചെയ്യുക. Q1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചെറുത്? Q2 സ്റ്റാർ എന്ന് പറയുന്നത് ചെറുതാണ്. ബിക്കോസ് Q1 എത്രയുണ്ട്? 500 ഉണ്ട്. സോ Q2 സ്റ്റാർ ലെസ് ദാൻ Q1. സോ നമുക്ക് എന്ത് ചെയ്യണം? Q1 സ്റ്റാർ കണ്ടുപിടിക്കണം. ഇനി Q1 സ്റ്റാർ കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH1 ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 0.2. So the formula root of 2 into 200 into 100 divided by 0.2. അപ്പോൾ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 447 യൂണിറ്റ് കിട്ടും. അപ്പോൾ Q3 സ്റ്റാർ എന്ന് പറയുന്നത് 478 യൂണിറ്റും Q2 സ്റ്റാർ എന്ന് പറയുന്നത് 465 യൂണിറ്റും Q1 സ്റ്റാർ എന്ന് പറയുന്നത് 447 യൂണിറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? TCQ1 സ്റ്റാറും TCQ1ഉം TCQ2 ആണ് കമ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം TCQ1 സ്റ്റാർ കണ്ടുപിടിക്കാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമേ നമ്മൾ കാണുന്നത് കൊണ്ട് TCQ1 സ്റ്റാറിൻ്റെ ഫോമുല എന്താ? റൂട്ട് ഓഫ് 2DCO CH1 പ്ലസ് C1D. നമുക്ക് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 200 ഇൻറ്റു 100 ഇൻറ്റു CH1 എത്രയാണ്? 0.2 മാത്രം ചെയ്ത് നോക്കാം. എത്ര കിട്ടും ആൻസർ? 89.44 കിട്ടും. അതായത് റൂട്ട് ഓഫ് 2 ഇൻറ്റു 200 ഇൻറ്റു 100 ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ 89.44 കിട്ടും. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? C1D. C1 ഇവിടെ എത്രയാ? 10. D എത്രയാണ്? 200. അപ്പോൾ 10 ഇൻറ്റു 200 നമുക്ക് എത്ര കിട്ടും? 2089.44 കിട്ടും. അപ്പോൾ TCQ1 സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2089.44 ആണ്. ഇനി TCQ1 കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമേ അല്ലാത്തത് കൊണ്ട് ഈ ഫോമുല അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന ഫോമുല എന്താണ്? D/Q1CO പ്ലസ് Q1/2 CH2 പ്ലസ് C2D. ഇവിടെ D എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. Q1 ആയതുകൊണ്ട് നമ്മൾ എത്ര എടുക്കുന്നത്? 500. സോ 200 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? 200 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 എന്ന് പറയുന്നത് 40 കിട്ടും. ഇനി Q1/2 ഇൻറ്റു CH2. Q1 എന്ന് പറയുന്നത് എത്രയാ? 500/2 ഇൻറ്റു CH2 എത്രയാണ്? 0.185. സോ 500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.185 ദാറ്റ് ഈസ് ഈക്വൽ ടു 46.25. ഇനി C2D കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? C2 എന്താണ്? C2 എന്ന് പറയുന്നത് 9.25 ആണ്. ഇൻറ്റു D എന്ന് പറയുമ്പോൾ 200. നമുക്ക് എത്ര കിട്ടും? 9.25 ഇൻറ്റു 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 1850. മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കൂ. 40 പ്ലസ് 46.25 പ്ലസ് 1850. എത്ര കിട്ടി കോസ്റ്റ്? 1936.25. അപ്പോൾ TCQ1 സ്റ്റാർ 2089.44 കിട്ടിയപ്പോൾ TCQ1 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1936.25. ഇനി TCQ2 കൂടിയും കണ്ടുപിടിക്കണം. TCQ2 കണ്ടുപിടിക്കാൻ D/Q2 ഇൻറ്റു CO പ്ലസ് Q2/2 ഇൻറ്റു CH3 പ്ലസ് C3D. ടെക്സ്റ്റിൽ തെറ്റുണ്ട്, കറക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? D/Q2 ഇൻറ്റു CO. Q2 എന്ന് പറയുന്നത് 750 ആണ്. സോ D/Q2 മീൻസ് 200 ഡിവൈഡ് ബൈ 750 ഇൻറ്റു 100 എത്ര കിട്ടും? 26.67. 200 ഡിവൈഡ് ബൈ 750 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 26.67 കിട്ടും. ഇനി Q2/2 ഇൻറ്റു CH3. Q2 എന്ന് പറയുന്നത് 750 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH3 0.175 എത്ര കിട്ടും? 750 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.175 ഈക്വൽ ടു 65.62. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് C3 ഇൻറ്റു D കാണണം. C3 എന്ന് പറയുന്നത് 8.75 ഇൻറ്റു D 200. നമുക്ക് എന്ത് കിട്ടി? 8.75 ഇൻറ്റു 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 1750. ഇനി എന്ത് ചെയ്യണം? മൂന്നും കൂടി ആഡ് ചെയ്യുക. 26.67 പ്ലസ്
65.62 plus 1750, that is equal to 1842.29. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വേറൊരു പേന കൊണ്ട് വരച്ചിട്ടുണ്ട്. അതായത് TCQ1 സ്റ്റാർ എന്ന് പറയുന്നത് 2089-44, TCQ1 എന്ന് പറയുന്നത് 1936-25, TCQ2 എന്ന് പറയുന്നത് 1842-29 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? TCQ1-നേക്കാൾ പൈസ കുറവാണ് TCQ1-ൽ, അതിനേക്കാളും പൈസ കുറവാണ് TCQ2-ൽ. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് എവിടെയാണ്? TCQ2-ലാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോസ്റ്റ് TCQ2 ആണ്. ദ ഒപ്റ്റിമൽ കോസ്റ്റ് ഈസ് 1842.29. സോ ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി, ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? Q2 = 750 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെയാണ് കിടക്കുന്നത്. അതായത് TCQ2 എന്ന് പറയുന്നതാണ് നമുക്ക് ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒപ്റ്റിമൽ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഓർഡറിംഗ് ക്വാണ്ടിറ്റി നമ്മൾ എത്ര എടുക്കും? Q2 = 750. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ റൂള് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത്, ഇപ്പോൾ 2 പ്രൈസ് ബ്രേക്ക് വരെയാണ് നമ്മൾ എടുത്തത്. 3-ഓ അതിലധികമോ പ്രൈസ് ബ്രേക്ക് വരാണെങ്കിൽ സെയിം സിറ്റുവേഷൻസ് തന്നെയാണ്, സെയിം കാൽക്കുലേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്താണെന്ന് ഒന്നും കൂടി മനസ്സിലാവാനായിട്ട് നിങ്ങൾക്ക് പേജ് നമ്പർ G14-ലെ 15ാമത്തെ കണക്കും കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലം ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് where the annual demand for the product is 500 units. അപ്പോൾ നമ്മളുടെ D എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 500 കിട്ടിയിട്ടുണ്ട്. The cost of storage per year is 10% of the unit cost. അപ്പോൾ I എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 10% കിട്ടിയിട്ടുണ്ട്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഈസ് 180. ഓർഡറിംഗ് കോസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 180 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡിമാൻഡ് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് D = 500. കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് CO = 180. I എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 10% കിട്ടിയിട്ടുണ്ട്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, 0 ലെസ് ദാൻ Q ലെസ് ദാൻ 500 ആണെങ്കിൽ 25-ഉം 500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ 1500 ആണെങ്കിൽ 24.8, 1500 ലെസ് ദാൻ Q ലെസ് ദാൻ 3000 24.60, 3000 ലെസ് ദാൻ Q 24.40. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റുകൾ ഏതൊക്കെയാണ്? 500, 1500, 3000 ആണ് 3 ലിമിറ്റ്. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? Q1 = 500, Q2 = 1500, Q3 = 3000. ഇതുപോലെ തന്നെ C1, C2, C3, C4 നമുക്ക് മാർക്ക് ചെയ്യാം. C1 = 25, C2 = 24.80, C3 = 24.60, C4 = 24.40. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത്. D കിട്ടിയിട്ടുണ്ട്, CO കിട്ടി, I കിട്ടി, Q1, Q2, Q3, C1, C2, C3, C4 കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇനി ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? CH1, CH2, CH3, CH4 ഇത് കണ്ടുപിടിക്കണം. അതിന് CH1 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? C1 × I 25 × 10%, that is 2.5. CH2 = C2 × I 24.80 × 10%, that is 2.48. CH3 = C3 × I, that is 24.60 × 10%, that is 2.46. CH4 = C4 × I, that is equal to 24.40 × 10%, that is equal to 2.44. അപ്പോൾ നമുക്ക് CH1-ഉം അതുപോലെ തന്നെ CH2-ഉം CH3-യും CH4-ഉം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് വാല്യൂസ്? 2.5, 2.48, 2.46, 2.44. ഇതിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് Q1, Q2, Q3 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് Q4 സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. Q4 സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് √2DCO ഡിവൈഡ് ബൈ CH4 ചെയ്യണം. 2 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 500 ഉണ്ട്. ഇൻറ്റു CO എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിവൈഡ് ബൈ CH4 എന്ന് പറയുന്നത് 2.44. അപ്പോൾ ഒന്ന് വാല്യൂ നോക്കൂ. √2 ഇൻറ്റു 500 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 2.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 272 യൂണിറ്റ്സ്. അപ്പോൾ 272 യൂണിറ്റ് ആണ് Q4 സ്റ്റാർ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ലെസ് ദാൻ Q3. Q3യേക്കാൾ കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 272 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും Q4 സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ Q3 ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Q3 സ്റ്റാർ കണ്ടുപിടിക്കണം. Q3 സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് √2DCO ഡിവൈഡ് ബൈ CH3 ആണ് എടുക്കുന്നത്. CH3 എത്രയാണ്? 2.46 ആണ്. സോ √2 ഇൻറ്റു 500 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 2.46 എത്ര യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്? 270 യൂണിറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 270 യൂണിറ്റ്സ് എന്ന് പറയുന്നത് Q2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. Q3 സ്റ്റാർ ഈസ് ലെസ് ദാൻ Q2. 270 എന്ന് പറയുന്നത് 1500-നേക്കാൾ ചെറുതാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? Q2 സ്റ്റാർ കണ്ടുപിടിക്കണം. Q2 സ്റ്റാർ കണ്ടുപിടിക്കാൻ √2DCO ഡിവൈഡ് ബൈ CH2. CH2 എത്രയാണ്? 2.48 ആണ്. സോ √2 ഇൻറ്റു 500 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 2.48 നമുക്ക് എത്ര കിട്ടി? 269 യൂണിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 269 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? Q1 500 ആയിട്ട് കമ്പയർ ചെയ്യുക. സോ Q2 സ്റ്റാർ ഈസ് ലെസ് ദാൻ Q1. Q1-നേക്കാൾ ചെറുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന Q2 സ്റ്റാർ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് Q1 സ്റ്റാർ കണ്ടുപിടിക്കാം. Q1 സ്റ്റാർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? √2DCO ഡിവൈഡ് ബൈ CH1. CH1 എത്രയാണ്? 2.5. സോ √2 ഇൻറ്റു 500 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 2.5 നമുക്ക് എത്ര കിട്ടി? 268 യൂണിറ്റ് കിട്ടി. അപ്പോൾ Q4 സ്റ്റാർ എന്ന് പറയുന്നത് 272ഉം Q3 സ്റ്റാർ എന്ന് പറയുന്നത് 270ഉം Q2 സ്റ്റാർ എന്ന് പറയുന്നത് 269ഉം Q1 സ്റ്റാർ എന്ന് പറയുന്നത് 268 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ആയോ? ഇല്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് Q1 സ്റ്റാർ എന്ന് പറയുന്നത് എടുത്തുകൊണ്ട് TCQ1 സ്റ്റാർ, TCQ1, TCQ2, TCQ3 കണ്ടുപിടിച്ചാലാണ് അത് കമ്പയർ ചെയ്തിട്ട് ഏതാണോ ലീസ്റ്റ് അതാണ് നമുക്ക് ഓപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ TCQ1 സ്റ്റാർ, TCQ1, TCQ2, TCQ3 കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യം TCQ1 സ്റ്റാർ കണ്ടെത്താം. TCQ1 സ്റ്റാർ കണ്ടെത്താൻ √2DCO CH1 പ്ലസ് C1D ആണ്. അപ്പം നമുക്കിതിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. √2 ഇൻറ്റു ഡി എത്രയാണ്? 500 ആണ്. CO 180 ആണ്. CH1 എന്ന് പറയുന്നത് 2.5 ആണ്. സോ √2 ഇൻറ്റു 500 ഇൻറ്റു 180 ഇൻറ്റു 2.5 എത്ര കിട്ടി? 670.82 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് എന്ത് ആഡ് ചെയ്യണം? C1D ആഡ് ചെയ്യണം. C1 ഇവിടെ എത്രയാണ്? 25 ആണ്. D 500 ആണ്. സോ 25 ഇൻറ്റു 500 ദാറ്റ് ഈസ് 12,500. ഇനി ഈ 12,500ൻ്റെ കൂടെ നേരത്തെ കിട്ടിയ 670 രൂപ 82 പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 670.82 പ്ലസ് 12,500 ദാറ്റ് ഈസ് 13,170.82. അപ്പോൾ TCQ1 സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 13,170.82 കിട്ടി. ഇനി TCQ3 നോക്കാം. TCQ3 എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി में അല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫോർമുല എന്താണ്? D/Q3CO പ്ലസ് Q3/2 CH4 പ്ലസ് C4D. D എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. Q3 എന്ന് പറയുന്നത് എത്രയാണ്? 3000 ആണ്. സോ 500 ഡിവൈഡ് ബൈ 3000 ഇൻറ്റു CO എത്രയാണ്? 180 ആണ്.
500 ഡിവൈഡ് ബൈ 3000 ഇൻറ്റു 180 എത്ര കിട്ടും? 30 റുപ്പീസ്. ഇനി Q3/2 ഇൻറ്റു CH4, Q3 എന്ന് പറയുന്നത് എത്രയാണ്? 3000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH4 എത്രയാണ്? 2.44. 2.44 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3660. ദാറ്റ് ഈസ് 3000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.44 ദാറ്റ് ഈസ് ഈക്വൽ ടു 3660. ഇനി C4D കാണാൻ 24.4 ഇൻറ്റു 500. C4 എന്ന് പറയുന്നത് എത്രയാണ്? 2440. D എന്ന് പറയുന്നത് 500. സോ 24.4 ഇൻറ്റു 500. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 3 വാല്യൂസ് ഏതൊക്കെയാണ്? 30, 3660, ഇപ്പോൾ കിട്ടിയ 12200. 24.4 ഇൻറ്റു 500 ഈക്വൽ ടു 12,200. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,890. അപ്പോൾ TCQ3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 15,890. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? TCQ2 കണ്ടുപിടിക്കാം. TCQ2 കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്താ? D/Q2CO പ്ലസ് Q2/2 CH3 പ്ലസ് C3D. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോർമുലാസ് എഴുതി പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം ഈ ഫോർമുലാസ് നമുക്ക് ബൈ ഹാർട്ട് ആവും ചെയ്യും. നോക്കുന്നവർക്ക് ഈ കുട്ടിക്ക് കറക്റ്റായിട്ട് ഫോർമുലാസ് അറിയാം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് ഫോർമുലാസ് എപ്പോഴും എഴുതണം. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? D/Q2CO ആണ്. D എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്നത് 500 ആണ്. Q2 എന്ന് പറയുന്നത് എത്രയാണ്? 1500 ആണ്. സോ 500 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു CO എത്രയാണ്? 180. 500 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 180 എത്ര കിട്ടും? 60 കിട്ടും. അതുപോലെ തന്നെ Q2/2 ഇൻറ്റു CH3, Q2 എന്ന് പറയുന്നത് എത്രയാ? 1500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH3 എന്ന് പറയുന്നത് എത്രയാ? 2.46. അപ്പോൾ 1500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.46 എത്ര കിട്ടി? 1845 കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? C3D. C3 എന്ന് പറയുമ്പോൾ എത്രയാ? 24.6. D എന്ന് പറയുന്നത് 500. So 24.60 ഇൻറ്റു 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,300. അപ്പം നമുക്ക് എത്രയ്ക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്? 60 പ്ലസ് 1,845 പ്ലസ് 12,300 ദാറ്റ് ഈസ് ഈക്വൽ ടു 14,205. അപ്പോൾ TCQ2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 14,205 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? TCQ1 ആണ് കണ്ടുപിടിക്കേണ്ടത്. TCQ1 കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല എഴുതാം. TCQ1ന്റെ ഫോർമുല എന്താണ്? D/Q1CO പ്ലസ് Q1/2 CH2 പ്ലസ് C2D ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ D എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. ഇവിടെ Q1 500 ആണ്. സോ 500 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 180. അപ്പം നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഇനി Q1/2 ഇൻറ്റു CH2. Q1 എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. 500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH2 എത്രയാണ്? 2.48. അപ്പോൾ 500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.48 എത്ര കിട്ടി? 620 കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടത്? C2D. C2 എന്ന് പറയുന്നത് എത്രയാ? 24.8 ആണ്. സോ 24.8 ഇൻറ്റു 500 നമുക്ക് എത്ര കിട്ടി? 12,400. ഇനി മൂന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 180 പ്ലസ് 620 പ്ലസ് 12,400 ദാറ്റ് ഈസ് ഈക്വൽ ടു 13,200. അപ്പോൾ TCQ1 സ്റ്റാർ എന്ന് പറയുന്നത് 13,170.82 കിട്ടി. TCQ3 എന്ന് പറയുന്നത് 15,890 കിട്ടി. TCQ2 എന്ന് പറയുന്നത് 14,205 കിട്ടി. TCQ1 എന്ന് പറയുന്നത് 13,200 കിട്ടി. ഈ 4 വാല്യൂസ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിൽ ഏതാണ് ലീസ്റ്റ് കോസ്റ്റ് വന്നിട്ടുള്ളത്? TCQ1 സ്റ്റാർ എന്ന് പറയുന്നതും TCQ1 എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് അടുത്തടുത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും കമ്പയറിംഗ് ടു TCQ1 ഏതാണ് ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? TCQ1 സ്റ്റാർ ആണ്. ദാറ്റ് ഈസ് 13,170.82. So TCQ1 star is the least one.
So the optimal order quantity equal to Q1 star, that is 268. Q1 star എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് 268 ആണ്. അതാണ് നമുക്ക് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുക. ബിക്കോസ് TC-Q1 സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് ആണ് ഏത് നാലും കൂടി കമ്പയർ ചെയ്തപ്പോൾ TC-Q1 സ്റ്റാർ, TC-Q3, TC-Q2, TC-Q1 കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ള TC-Q1 സ്റ്റാർ ആണ് നമ്മൾ ഒപ്റ്റിമൽ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? Q1 സ്റ്റാർ ആയിട്ടുള്ള 268 യൂണിറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻവെൻട്രി കൺട്രോളിൽ മോഡൽസ് വിത്ത് പ്രൈസ് ബ്രേക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ടൈപ്പാണ് എടുത്തത്. ഒന്ന് 1 പ്രൈസ് ബ്രേക്ക്, 2 2 പ്രൈസ് ബ്രേക്ക്, 3 3 ഓർ മോർ പ്രൈസ് ബ്രേക്ക്. അതായത് നമുക്ക് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഓരോന്നിനും ഓരോ എക്സാമ്പിളും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.